പെരിയ ജംഗ്ഷന് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം മോശമില്ലാത്ത അണ്ടർപാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു വശത്തെ അണ്ടർപാസ് തകർന്നിട്ട് വീണ്ടും നിർമ്മിച്ചതാണ്. ഈ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസിൻ്റെ ഒരു ഭാഗമാണ് തകർന്നത്, പിന്നീട് വീണ്ടും പുനർനിർമ്മിച്ചതാണ്. അപ്പോൾ നാട്ടുകാർ കുറേ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ പേരിൽ. അപ്പോൾ ഇവർക്ക് ഫ്ലൈ ഓവർ വേണമെന്നുള്ള അങ്ങനെയുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ച് കുറച്ച് സമരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടത് ഇല്ലാതെയായി. ഇപ്പോൾ 2 വർഷത്തെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നോക്കാം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ റോഡിൽ ഫുള്ള് അതിൻ്റെ പ്രവൃത്തി സാധനങ്ങൾ ഫുള്ള് റോഡിലുണ്ട്. അപ്പം നമ്മൾ നേരെ നോക്കി വാഹനം ഓടിച്ചാൽ നമുക്ക് നല്ലത്, ഇല്ലെങ്കിൽ എല്ലാത്തിനും കണക്കെടാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പെരിയ ബസാർ ഭാഗത്തേക്കാണ്. പെരിയ ബസാർ ഭാഗത്ത് ഒരു അണ്ടർപാസ് വർക്ക് നടക്കുന്നുണ്ട്. ഒരു വശത്ത് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നതാണ്, മറുവശത്തെ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇപ്പം വലതുവശത്തുകൂടിയാണ് ഇരു സൈഡിലേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വലതുവശത്തെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ആണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടതുവശത്തെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം വലതുവശത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അലൈൻമെൻ്റൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻ്റ് അല്ലേ, അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടി അണ്ടർപാസിനനുസരിച്ചിട്ടുള്ള റോഡാണ് ഇപ്പോൾ നിർമ്മിച്ചത്. അപ്പം നിലവിലിപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഏകദേശം വലിയ അണ്ടർപാസ് അല്ല, സാധാരണ ഉള്ള ഒരു അണ്ടർപാസ്സാണ് കൊടുത്തിട്ടുള്ളത്. CUP ടൈപ്പ് കാട്ടിൽ അണ്ടർപാസ്സാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നിർമ്മിച്ച റോഡും നിലവിലുള്ള നിർമ്മിക്കുന്ന റോഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ ഏകദേശം 3 മീറ്ററോളം വ്യത്യാസമാണ് ഉള്ളത്. നേരത്തെ നിർമ്മാണം കഴിഞ്ഞ റോഡ് ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പെരിയ ബസാർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ല വീതി കുറവാണെങ്കിലും ഹൈറ്റ് ഉണ്ട് ഈ അണ്ടർപാസിന്. മറുവശത്തെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ സൂക്ഷിച്ച് പോകണം. കാരണം എന്താണെങ്കിൽ അത്ര വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല, നിരീക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സംരക്ഷണം അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് വാഹനം ഓടിച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പം അവിടുന്ന് പെരിയ ബസാർ കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് സർവീസ് റോഡിലൂടെയാണ് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെരിയ ബസാർ കഴിഞ്ഞ് നമ്മൾ കുണിയ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ഡ്രോണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഇടതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ പുണിയ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ചിലപ്പം അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാവാം, നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം എമീൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുണിയ ഭാഗത്തേക്കാണ്.
പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുണിയ ഭാഗത്തൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഈ പ്രവൃത്തികളൊന്നും സർവീസ് റോഡൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഭാഗത്തെ ദൃശ്യങ്ങളെന്ന് നോക്കാം. സർവീസ് റോഡ് ഏകദേശം ഈ കുണിയ ഭാഗത്തെ ആ ചെറിയ പള്ളി ഉണ്ട്, ആ ഭാഗത്ത് വരെ ഇട്ടുന്നു. ഒരു വശത്ത് സർവീസ് റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. മറുവശത്തും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2 വർഷത്തെയും അണ്ടർപാസിൻ്റെ വർക്കുകൾ മറുവശത്തെയും അണ്ടർപാസിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സർവീസ് റോഡിൽ നിലവിൽ കാണാം. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് അതിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു വശത്തെ മറ്റേ ഭാഗത്തെയും അണ്ടർപാസിൻ്റെ വർക്കുകൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാം. ഈ ഭാഗത്താണ് നമ്മളെ ഇൻ്റർനാഷണൽ വലിയൊരു യൂണിവേഴ്സിറ്റി വരുന്നുള്ളത്. ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ഒരു അണ്ടർപാസിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇത് കൾവേർട്ടാണ്, ഇപ്പുറത്ത് ഇത് അണ്ടർപാസ്. ഈ ഭാഗത്ത് കൾവേർട്ടിൻ്റെ ആണ്. അപ്പോൾ അണ്ടർപാസിൻ്റെ ഒരു വശത്ത് വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇതെവിടെയാണ് യൂണിവേഴ്സിറ്റി വരുന്നുള്ളത്, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് വരുന്നുള്ളത്. അപ്പം അവിടെ തന്നെ താമസിച്ചിട്ട് പഠിക്കാനുള്ള, അതായത് സിവിൽ സർവീസ് അങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് അവിടെ കൊടുക്കുന്നുള്ളത്. അതായത് കളക്ടർ ഭാഗമാണ് പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം. അപ്പം കുണിയ ജംഗ്ഷൻ ഭാഗത്തെ മെയിൻ ഭാഗത്തെ ദൃശ്യങ്ങൾ നോക്കാം. ഇവിടെ നല്ല ഹൈറ്റിലാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പാസിങ് ഇല്ല. അപ്പം ജനങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം അങ്ങനെ വിട്ടിട്ട് ആണുള്ളത്. അപ്പം ഒരു നടന്നു പോകാനുള്ള, സ്കൂളും കോളേജും മറ്റുമുള്ള ഭാഗം കൂടിയാണ്, ഒരു നടന്നു പോകാനുള്ള ഒരു ഭാഗം കൂടി കൊടുക്കണം എന്നാണ്. അപ്പോൾ അവിടെ അണ്ടർ പാസ് വരായിരിക്കും ചിലപ്പോൾ. അതാണ് ഇവിടെ വിട്ടിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ ആർക്കെങ്കിലും അറിയുന്നുണ്ട്, കുണിയ ഭാഗത്തെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു അണ്ടർ പാസ് വരുന്നോ ഇല്ല എന്നറിയില്ല. അപ്പം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. അപ്പോൾ നമ്മൾ കുണിയ കഴിഞ്ഞ് പെരിയാട്ടടുക്കം ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെരിയാട്ടടുക്കം അണ്ടർപാസിൻ്റെ വർക്ക് എവിടെ എത്തി നോക്കാം. അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഏകദേശം ഡേറ്റ് 18 തോന്നുന്നു, 17-18 തോന്നുന്നു ഡേറ്റ്. പെരിയാട്ടടുക്ക അടുത്ത് തന്നെ ചേരുമ്പ ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗം മെയിൻ റോഡിലൂടെയും കുറച്ച് ഭാഗം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. അപ്പം പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഏകദേശം ചട്ടഞ്ചാല് വരെ നല്ല സ്പീഡിലാണ് വർക്കുകൾ നടക്കുന്നത്. പിന്നെ ചട്ടഞ്ചാലിൽ നിന്നാണ് പിന്നെ കുറച്ച് വർക്ക് സ്ലോ ആകുന്നത്. നമ്മൾ ഏകദേശം പെരിയാട്ടടുക്കം വരെ എത്താറായിട്ടുണ്ട്. അപ്പോൾ പെരിയാട്ടടുക്കം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 3-4 RE പാനൽ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ മറുവശത്തും അതേപോലെ ആണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മളെ ഹൈ ടെൻഷൻ കേബിളൊക്കെ ഉള്ള സ്ഥലമാണ്.
കുറച്ച് ഇവിടെ നിന്നുള്ള വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡ്രോണ് കുറച്ച് ഉയർത്തിയിട്ട് തന്നെ നമുക്ക് പറത്തേണ്ടി വരുന്നുണ്ട്. അപ്പം നല്ല ഏകദേശം ഇവിടെ വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണാൻ സാധിക്കും. ഏകദേശം നമ്മൾ മയിലാട്ടി ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരിയാട്ടടുക്കം കഴിഞ്ഞ് മയിലാട്ടി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ. Return to home. Return to home. Return to home.